ഉദാഹരണത്തിന് റമദാനിൽ ഒരു ചെറുപ്പക്കാരൻ ഭാര്യനെ കൂട്ടിയിട്ട് മാളിലോ ബീച്ചിലോ വേറെ പോകുമ്പോ അത്യാവശ്യം പ്രായമുള്ള ഉമ്മ പറയണം, എന്താടാ റമദാനല്ലേ, റമദാനൊരു ബഹുമാനല്ലേ, നോമ്പ് നോക്കുക, തറാവിസ്കരിക്കുക, എന്നിട്ട് ബീച്ചിൽ പോക്കുക. റമദാനിന് ഒരു ബഹുമാനല്ലേ വേണ്ടത്? നിനക്ക് 2 ദിവസം നടുവേനായിട്ട് തറാവിസ്കരിച്ചിട്ടില്ലെങ്കിൽ തന്നെ വല്ല പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ റമദാനിനെ ബഹുമാനിക്കല്ലേ ഉണ്ട്. നീ എവിടെ പോണത്? അപ്പൊ ഇവൻ റൂമിൽ കയറിയിട്ട് ഭാര്യനോട് എന്താ ചെയ്യ തന്ത വൈബ് ഉമ്മാന, ഏയ് മതി, ഒരു 30 തറാവിയ റമദാനൊക്കെ അങ്ങോട്ട് പോയി കിട്ടും. ഉമ്മ സന്തോഷിക്കും മക്കളെ കണ്ടാല്. എങ്ങനെയുണ്ട്? അത് നമ്മൾ ആദ്യം ഒരു തിയറി അറിയണം. അവനവന്റെ സ്വർഗ സീറ്റ് ഉറപ്പിക്കാതെ ആരെയും പരിഗണിക്കൂല. ഏട്ടനുണ്ടോ, സംഘടനാ സുഹൃത്തുണ്ടോ, കൂട്ടുകാരനുണ്ടോ, അതൊക്കെ അവനവന്റെ സ്വർഗ സീറ്റ് ഉറപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളവരെ കുറിച്ച് നോക്കേണ്ടിയോ. സ്വർഗ സീറ്റ് ഉറപ്പ് ഇല്ലാത്ത ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും അത് ആരെങ്കിലും ഏടിൽ നിന്ന് വാരിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ മുഫ്ലിസാവല്ലേ, പാപ്പറാവല്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.